ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തൈര് കൊണ്ട് നല്ല രുചിയിൽ എളുപ്പത്തിലും നമുക്കിന്നൊരു റെസിപ്പി ഉണ്ടാക്കാം. ഒട്ടും തേങ്ങ അരയ്ക്കാതെ വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കാം. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, ജീരകം, കടുക്, ഉപ്പ്. പിന്നെ ഉണക്കമുളക്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടി വേണ്ടുന്നത്. ഇനി നമുക്ക് ഈ കട്ട തൈര് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ ആ തൈര് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് കറി വെക്കാം. ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉടച്ചു വെച്ചിരുന്ന ആ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി ഉടനെ തന്നെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ തേങ്ങയൊന്നും അരയ്ക്കാതെ വെള്ളം ചേർക്കാത്ത തൈര് കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളതാണ്. ചോറുണ്ണാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. പുരിയുടെ കഴിക്കാനും ഇത് നല്ലതാണ്. അത്രയ്ക്ക് കട്ടിയുണ്ട് ഇതിന്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.